ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നാളെ വരാനിരിക്കെ CPM-ന്റെയും CPI-യുടെയും സംസ്ഥാന നേതൃയോഗങ്ങൾ ഇന്ന് ചേരും. CPM മത്സരിച്ച മണ്ഡലങ്ങളിലെ വിലയിരുത്തലുകൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകും. ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിന്റെ പേരിൽ മന്ത്രി സജി ചെറിയാനെതിരെ പുനരന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടെന്നും സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുമെന്ന് അറിയുന്നു. തിരുവനന്തപുരത്ത് നിന്ന് അജീഷ് ജയകുമാറും പാലക്കാട് നിന്ന് ആർ ശ്രീജിത്തും ചേരുന്നു. ആദ്യം അജീഷിലേക്ക്. ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. അജീഷ്, വിവരങ്ങൾ യഥാർത്ഥത്തിൽ കൂട്ടലും കിഴിക്കലും അതിനപ്പുറം മന്ത്രി സജി ചെറിയാൻ്റെ പ്രശ്നം, അങ്ങനെ നൂലാമാലകളേറെ പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. എന്തായാലും വോട്ട് പെട്ടിയിലായി കഴിഞ്ഞു. അതിന്റെ കണക്കുകൂട്ടലുകളൊക്കെ മുന്നണികളും പാർട്ടികളും നടത്തി കഴിഞ്ഞു. ഇനി അതിന്റെ വിലയിരുത്തലിനുള്ള സമയമാണ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം 9:30 AKG സെന്ററിൽ ചേരും. ഒപ്പം തന്നെ CPI-യുടെ എക്സിക്യൂട്ടീവ് യോഗവും ഇന്ന് ചേരുന്നുണ്ട്. പ്രധാനമായും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യുന്നത് പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളിലെ പാർട്ടിയുടെ പ്രകടനമാണ്. ഈ രണ്ട് മണ്ഡലങ്ങളിലും മികച്ച രീതിയിൽ പ്രവർത്തിച്ചുവെന്നാണ് പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ. താഴെത്തട്ടിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടുകൾ വിലയിരുത്തുകയാണ് ഇന്ന് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം. ചേലക്കരയിൽ വിജയം ഉറപ്പെന്നാണ് പാർട്ടിയുടെ കീഴ്ഘടകങ്ങൾ നൽകുന്ന വിവരം. ജില്ലാ കമ്മിറ്റിയും അത്തരത്തിലുള്ള റിപ്പോർട്ട് നൽകിയെന്നാണ് സൂചന. പാലക്കാടും മികച്ച മുന്നേറ്റം നടത്തിയെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് CPM. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇന്ന് ചർച്ചയാകാൻ പോകുന്നത് സജി ചെറിയാനെതിരെയുള്ള ഹൈക്കോടതിയുടെ പുനരന്വേഷണ ഉത്തരവാണ്. പാർട്ടിയുടെ ഒരു നിലപാടെന്ന് പറയുന്നത് നേരത്തെ തന്നെ രാജിവെച്ച ഒരു വിഷയത്തിൽ വീണ്ടും രാജി എന്നൊരു ആവശ്യം വേണ്ട എന്നാണ് പാർട്ടിയുടെ നിലപാട്. അതുകൊണ്ട് ഈ സജി ചെറിയാനോട് രാജിവെക്കേണ്ട എന്നൊരു കാര്യമായിരിക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എടുക്കാൻ പോകുന്ന തീരുമാനം. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് വയനാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ്. വയനാട്ടിൽ മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തിയെന്നൊരു വിശ്വാസമാണ് പാർട്ടിക്കുള്ളത്. പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം വലിയ രീതിയിൽ കുറയ്ക്കാനാകുമെന്നാണ് താഴെത്തട്ടിൽ നിന്നുള്ള വിലയിരുത്തലുകൾ. മറ്റൊരു പ്രധാനപ്പെട്ട യോഗം ഇന്ന് AKG സെന്ററിൽ ചേരുന്നത് LDF യോഗമാണ്. പ്രധാനമായും ഇന്നത്തെ അജണ്ട എന്ന് പറയുന്നത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൽ നിന്ന് ഇതുവരെയ്ക്കും ₹1 പോലും കിട്ടിയിട്ടില്ല. ഈ വിഷയം ഉയർത്തിക്കൊണ്ട് സംയുക്തമായി LDF മുന്നണി പ്രക്ഷോഭം ആരംഭിക്കും. അതിനെക്കുറിച്ചിട്ടുള്ള ആലോചനകളാണ് ഇന്നത്തെ LDF യോഗത്തിൽ ചർച്ചയാവുക. ഓക്കെ, താങ്ക് യു അജീഷ് ജയകുമാർ.